കുറച്ച് ബാക്ക് വരും. നിങ്ങൾക്ക് എന്തൊക്കെ ആയിക്കോളൂ ആയിക്കി. ഗോവിന്ദ ഗോവിന്ദ
ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ പ്രതിഷേധത്തിന്റെ സമാപന യോഗത്തിന്റെ തുടങ്ങുന്നതിന് മുമ്പായി പത്മനാഭസ്തുതി ഇവിടെ ചൊല്ലുന്നതിന് വേണ്ടി അയ്യപ്പ സേവാ സമാജത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഗീതാകുമാരി അവരുടെ ആദരവ് ക്ഷണിക്കും. ശ്രീ പത്മനാഭജയം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. ഇന്ന് നമ്മൾ നടക്കുന്ന ഘോഷയാത്രയ്ക്ക് രാമസ്വാമി ക്ഷേത്ര നടയിൽ നടക്കുന്ന നാമജപ ഘോഷയാത്രയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വഴേല ഉണ്ണിയെ ക്ഷണിച്ചുകൊള്ളു.
നേതൃത്വത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നടക്കുന്നു ഈ നാമജപ പ്രതിഷേധത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമയം വളരെയേറെ ദൈർഘ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നേരെ സ്വാഗതത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഈ പരിപാടികൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കിയതിനെതിരെയാണ് നാം ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ സമിതിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർജി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ഞപ്പാറ സുരേഷ് ജിയാണ്. അദ്ദേഹത്തെ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ PS പ്രസാദ് ജി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ P ജ്യോതീന്ദ്രകുമാർജി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ K പ്രഭാകരൻ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സന്ദീപ് തമ്പാനൂര് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ പങ്കെടുക്കുന്ന ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാരവാഹികള്, അയ്യപ്പ സേവാ സമാജത്തിന്റെ ഭാരവാഹികള്, അതോടൊപ്പം തന്നെ സംഘത്തിന്റെയും വിവിധ ഹൈന്ദവ സംഘടനയുടെ നേതൃത്വം നൽകുന്ന മുഴുവൻ ഭാരവാഹികളെയും, അതോടൊപ്പം തന്നെ ഇന്ന് ഈ നാമജപ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. സമയം വളരെയധികം ദൈർഘിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി പ്രത്യേകിച്ച് കാലാവസ്ഥയും വളരെ മോശമായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ആചാരങ്ങൾ, ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഇവിടുത്തെ കോടതിയും ഇവിടുത്തെ പോലീസ് അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമൊക്കെയാണ് നിശ്ചയിക്കുന്ന ഒരവസ്ഥയിലാണ്. ഹിന്ദുവിന്റെ ആരാധന എങ്ങനെയായിരിക്കണം, അനുഷ്ഠാനം എങ്ങനെയായിരിക്കണം നിശ്ചയിക്കുന്നത് ഇവിടുത്തെ പോലീസായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ കോടതികളായിരിക്കും. നാം ഓരോ ദിവസവും പത്രങ്ങൾ തുറന്നു നോക്കുമ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെയും ഹൈന്ദവ ആചാരങ്ങളെയും വളരെ നികൃഷ്ടമായ രീതിയിൽ ആചാരത്തെ ധ്വംസിച്ചുകൊണ്ട് നടക്കുന്ന ഈ പ്രക്രിയക്കെതിരെയാണ് ഹിന്ദു ഐക്യവേദി വളരെ ശക്തമായ ഹിന്ദു ഐക്യവേദി വളരെയധികം ശക്തമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും നടത്തി വരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ നാമജപ ഘോഷയാത്രയാ, ഈ നാമജപ പ്രതിഷേധത്തിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി, ഉദ്ഘാടനം നടത്തുന്നതിലേക്ക് വേണ്ടി നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് ജി അവരുടെ ആദരവ് ക്ഷണിച്ചു കൊടുക്കുന്നു. 2-3 കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ശ്രീപത്മനാഭന് വർഷത്തിൽ 2 ഉത്സവങ്ങളാണ് നടക്കുന്നത്. 2 ഉത്സവങ്ങളിൽ ആറാട്ടിന് തൊട്ട് തലേ ദിവസം പള്ളിവേട്ടയും ആറാട്ടും. ഈ 2 ദിവസവും കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിന്നിരുന്ന സംവിധാനം, ഏത് ഭരണ സംവിധാനമാണോ ആ സംവിധാനം ഇവിടെ ഗാഠഫോണം നൽകിക്കൊണ്ട് ഭഗവാന് ഒരു ബഹുമാനം നൽകിയിരുന്നു. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും വെള്ളയാണി ദേവി ക്ഷേത്രവും ശ്രീവരാഹത്തുള്ള ശ്രീ കുന്നാണ്ടൻ ഗണപതി മഹാഗണപതി ക്ഷേത്രത്തിലുമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഗാഠഫോണം. അതിന് അപ്പുറത്ത് ഏതാണ്ട് കേരളത്തിൽ 20ഓളം ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഗാഠഫോണർ ആഭ്യന്തര വകുപ്പ് കേരള പോലീസ് നൽകി വരികയാണ്. നമുക്കറിയാം, തൃശൂർ ശ്രീരാമക്ഷേത്രം, പൂർണ്ണത്രേശ ക്ഷേത്രം, ഹരിപ്പാട് ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്ന് തുടങ്ങി ഏതാണ്ട് 20ഓളം ക്ഷേത്രങ്ങളിൽ. തിരുവനന്തപുരത്ത് നമുക്കറിയാം, തിരുവനന്തപുരത്തിന്റെ ഒരു പൊതു ഉത്സവമായി മാറിക്കഴിഞ്ഞ നവരാത്രി മഹോത്സവം. കന്യാകുമാരി ജില്ലയിൽ നിന്നും ഇവിടെ ദേവി എത്തുമ്പോൾ, സുബ്രഹ്മണ്യനും ഒക്കെ ഇവിടെ എത്തുമ്പോൾ പോലീസ് ഗാഠഫോണം നൽകാറുണ്ട്. ഇതിന് ഈ മീറ്റിംഗ് ഇവിടെ നടത്തുവാനുണ്ടായ സാഹചര്യം നമുക്കറിയാം.
കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ഏതാണ്ട് ഒരു 15 ദിവസമായി കാണും ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ട്. ആ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അതിൽ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത്, അപ്പോഴാണ് പൊതുസമൂഹം ഇതിനെ കുറിച്ച് അറിയുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 5-ാം തീയതി കേരളത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും കൂടി ചേർന്ന് പോലീസിന്റെ ഒരു മീറ്റിംഗിൽ ഇനി മുതൽ ഗാർഡ് ഓഫ് ഓണർ നൽകേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തു എന്നാണ് അതിൽ വന്ന പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. എത്ര ധിക്കാരപരമായിട്ടുള്ള, ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് എത്രമേൽ നോവേൽപ്പിക്കുന്ന ഒരു ഉത്തരവായിരുന്നു, ഒരു തീരുമാനമായിരുന്നു എന്ന് ഇവിടെ ആരെങ്കിലും അത് പരിശോധിക്കുവാൻ നാളിതുവരെ ഇത് സെപ്റ്റംബർ 5-ന് പുറത്തു വന്ന ഉത്തരവിനെ നാളിതുവരെ ചോദ്യം ചെയ്യാൻ പോലും ഇവിടുത്തെ നമ്മളെ ഭരിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ, നമുക്ക് MLA-മാരുണ്ട്, MP-മാരുണ്ട്, എല്ലാ പേരുമുണ്ട്. പക്ഷേ നാളിതുവരെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും പറയുവാൻ ഇവിടുത്തെ സർക്കാരോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വൃന്ദമോ തയ്യാറായിട്ടില്ല എങ്കിൽ ഹിന്ദു ഇവിടുത്തെ 2ാം കിട പൗരന്മാരാണോ? ഹിന്ദുക്കൾ ഇവിടുത്തെ അടിമകളാണോ? ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിന് നൽകിയിരുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിരുന്ന ഇത്തരം കാര്യങ്ങൾ അത് മാറ്റുമ്പോൾ അല്ലെങ്കിൽ അത് റദ്ദാക്കപ്പെടുമ്പോൾ ആരാണോ ഇതിൽ നോവിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ ഇതില് പരാതി ഉണ്ടാകുന്നത്, ആ പരാതി ഉള്ളവരെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരുമായി ഒരു കൂടിയാലോചന നടത്തിക്കൊണ്ട് അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് അങ്ങനെ പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ ഏകപക്ഷീയമായി ഒരു സർക്കാർ ഉത്തരവിലൂടെ അതിനെ പാടില്ല എന്ന് പറയുവാൻ ഇവിടെ എന്ത് ഭരണമാണ്? ഇതാണോ ജനാധിപത്യം? ഇതാണോ ജനാധിപത്യം? അപ്പോ ഹിന്ദുവിന്റെ മേൽ കുതിര കയറുവാൻ ഇവിടുത്തെ സർക്കാരുകൾക്ക് സാധിക്കുമെന്നുള്ളത് ഈ ഉത്തരവിലൂടെ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ നിരവധിയായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. പക്ഷേ ആ ഉത്തരവിൽ നാം മനസ്സിലാക്കേണ്ടത്, എന്ന് ഞെട്ടിപ്പിച്ചത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ കുന്നാണ്ടൻ ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണെന്ന് അവിടെ നടന്നത്. ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം DCP അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഞാൻ കേട്ടതല്ല. ആ DCP പറഞ്ഞത് അതിൻ്റെ ഒരു ആവശ്യവുമില്ല, നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ആ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ DCPക്ക് ഇത് പറയുവാനുള്ള ആർജവം എന്താണ്? നമുക്കറിയാം, ഇന്ന് കാലങ്ങളായി നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു മാറ്റമുണ്ടാകുന്നുവെങ്കിൽ അത് സ്വാഭാവികമായും കേരളത്തിന്റെ ക്യാബിനറ്റിലാണ് അത് തീരുമാനിക്കുന്നത്, മന്ത്രിസഭാ യോഗത്തിലാണ് അത് തീരുമാനമെടുക്കേണ്ടത്. ഏകപക്ഷീയമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടുന്ന ഒരു യോഗത്തിൽ, ആഭ്യന്തര വകുപ്പിന്റെ ഒരു യോഗത്തിൽ ഇത് എങ്ങനെയാണ് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായത്? ഇത് രാഷ്ട്രീയമായിട്ടുള്ള നെറികേടാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തോട് ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾ, ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ചെയ്തത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ പ്രതിഷേധങ്ങൾ, ഇന്നലെയും ഇവിടെ ഇതേ തരത്തിലൊരു പ്രതിഷേധം നടന്നിരുന്നു. അത്തരം പ്രതിഷേധങ്ങളിലൂടെ ഗവൺമെന്റ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഉത്തരവ് അടിയന്തിരമായി പിൻവലിച്ചുകൊണ്ട്, നമുക്കറിയാം ജൂലൈ 1, 1949 തിരുക്കൊച്ചി മഹാരാജാവും ഭാരത സർക്കാരും കൂടി ഉണ്ടാക്കിയ ഒരു കവനന്റ് ഉണ്ട്. ആ കവനന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ കയറി വന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഉദാരമായി നമുക്ക് തന്നതല്ല. ഇവിടെ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഈ രാജ്യം വിട്ടുകൊടുക്കുമ്പോൾ ഭാരത സർക്കാരുമായി ഉണ്ടാക്കിയ കവനന്റിന്റെ അടിസ്ഥാനത്തിൽ നാളിതുവരെ തുടർന്നു വന്നിട്ടുള്ള ഇത്തരം ആചാരങ്ങളെ ലംഘിക്കുവാൻ ഇവിടുത്തെ ഏത് സർക്കാരിനാണ് അധികാരമുള്ളത്? അപ്പോൾ ഇത്തരം ചെറിയ പ്രതിഷേധങ്ങളിലൂടെ ഈ സർക്കാർ പിന്നോട്ട് പോകും എന്നാണ് ഹിന്ദു ഐക്യവേദിയും ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ കരുതുന്നത്. അല്ലാത്ത പക്ഷം ഇത് ഗ്രാമാന്തരങ്ങളിലൂടെ ഇവിടുത്തെ മുഴുവൻ ഹൈന്ദവ സമൂഹത്തെയും നമ്മൾ തെരുവിലിറക്കിക്കൊണ്ട് ജനാധിപത്യപരമായ പ്രതിഷേധം ഉയർത്തുവാൻ ഹിന്ദു ഐക്യവേദി പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി ഞാൻ സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ ആ പത്ര റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ്? ഇനി മുതൽ ഗാർഡ് ഓഫ് ഓണർ നൽകണമെങ്കിൽ പോലീസിൽ പൈസ അടയ്ക്കണം. വിചിത്രമായ ഉത്തരവാണ്. അതായത് നാം എന്താണ് ഈ ഗാർഡ് ഓഫ് ഓണർ സർക്കാരിനോ പോലീസിനോ ഇത് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നാണോ, അതോ ബോധപൂർവം അത് മറച്ചുവെക്കുകയാണോ എന്നാണ് മനസ്സിലാക്കാത്തത്. അതായത് ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിലൂടെ ബഹുമാനമാണ്, ആ ദേവനോടുള്ള ദേവിയോടുള്ള ബഹുമാനമാണ് ആ ഗാർഡ് ഓഫ് ഓണറിലൂടെ നൽകുന്നത്.
അപ്പൊ ഇനി മുതൽ പൈസ കൊടുത്താൽ കിട്ടുന്ന ബഹുമാനമാണോ? ഞാൻ ഇവിടെ എന്നെ വയസ്സിന് മൂത്ത ഒരാളിനെ കാണുമ്പോൾ ഞാൻ എണീക്കുന്നു, അവരെ പാദം തൊട്ട് നമസ്കരിക്കുന്നു. ഇത് ചെയ്തതിന് ശേഷം ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ ബഹുമാനിച്ചതിന്, നിങ്ങളുടെ പാദം തൊട്ട് നമസ്കരിച്ചതിന് എനിക്ക് ഇപ്പൊ പൈസ തരണം എന്നാണ് സർക്കാർ ഉത്തരവിന്റെ മറ്റൊരു വശം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനെതിരെ എന്ത് ചെയ്യുവാനും ഇവിടുത്തെ സർക്കാരുകൾ തയ്യാറായി മുന്നോട്ട് വരുന്ന ഈ സാഹചര്യത്തിൽ ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റ് പിന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഹിന്ദുവയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഒരുപക്ഷെ ഗവൺമെന്റിനെ ഇത്തരത്തിൽ ചിന്തിപ്പിച്ചത് ഒരു മതേതര ഭരണകൂടം എങ്ങനെയാണ് ഒരു മതകേന്ദ്രത്തിൽ മാത്രം ഇത്തരത്തിലുള്ള ഒരു ആചാര പദ്ധതിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലീസിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഗാർഡ് ഓഫ് ഓണർ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതായിരിക്കാം സ്വാഭാവികമായും പോലീസിനെ ചിന്തിപ്പിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളെല്ലാം ഹൈന്ദവ സമൂഹത്തിന് കൈമാറണ്ടേ? ഇവിടുത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും രൂപീകരിക്കുന്നത്, അതിൽ ആരാണ് വരണമെന്ന് തീരുമാനിക്കുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. ഇവിടുത്തെ ഹിന്ദു MLA-മാരാണ് ഇവിടുത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ക്യാബിനറ്റിലുള്ള ഹിന്ദു മന്ത്രിമാരാണ്. നിങ്ങൾ എന്താ അവിടെ മതേതരത്വം കൊണ്ടുവരാത്തത്? ഒന്നും വേണ്ട. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴത്തെ ഭരണസമിതിയിൽ ഒരു കേരള സർക്കാരിന്റെ പ്രതിനിധി ഉണ്ടല്ലോ. നിങ്ങൾ ഇവരെയൊക്കെ പിൻവലിപ്പിച്ചിട്ട് വേണ്ടേ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കേണ്ടത്? നട്ടലുള്ള ആണത്വമുള്ള ഒരു ഇടതുപക്ഷ സർക്കാരാണെങ്കിൽ, നിങ്ങൾ മതേതരത്വമാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനമെടുത്തിട്ട് നിങ്ങൾ ഇക്കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടേനെ. എന്നാലും ഹിന്ദു ഐക്യവേദിയുള്ള ഹൈന്ദവ സംഘടനകൾ അതിനെ അനുവദിക്കില്ല. കാരണം കവനന്റ് വഴി ഇത് ഹൈന്ദവ സമൂഹത്തിന് കിട്ടേണ്ടതാണ്, ലഭ്യമാകേണ്ടതാണ്. അതുകൊണ്ട് ജനകീയ പ്രക്ഷോഭവും അതുപോലെ തന്നെ നിയമപരമായ പോരാട്ടവും ചെയ്യുവാൻ ഹിന്ദു ഐക്യവേദി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം.